കൗണ്ടിംഗ് സെന്ററിൽ സംസാരിക്കാം. കൗണ്ടിംഗ് സെന്ററിൽ അതെ വിക്ടോറിയ വന്നതുകൊണ്ട് മുന്നിൽ കൗണ്ടിംഗ് സെന്ററിൽ കാണാമെന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അതിനിടയിൽ നമ്മുടെ KPC അധ്യക്ഷൻ എന്തോ പറയാനുണ്ടായിരുന്നു. മാധ്യമക്കാരെ 20,288 അയ്യോ ഒരു ദിവസം നിവൃത്തിയില്ല. അമ്മച്ചാണ് എനിക്ക് അറിഞ്ഞോണ്ടാ എന്താ സംഭവിക്കുന്നത് സാർ. ഇത് വളരെ ഏകപക്ഷീയ മത്സരം. രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയിക്കുന്നു. 20,288 വോട്ടുകൾക്ക് പാലക്കാടിന്റെ പ്രിയപുത്രനായി പാലക്കാടൻ കോട്ടയിൽ കോൺഗ്രസിന്റെ പതാക നാട്ടുന്നു രാഹുൽ മാങ്കൂട്ടം. മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ 20,288 UDF സ്ഥാനാർത്ഥി പാലക്കാട് നിന്ന് വിജയിച്ചു. പാലക്കാട് കോട്ട രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചു. ഭൂരിപക്ഷം 20,288 വോട്ടുകൾ. 20,000 എന്ന് പറഞ്ഞാൽ ഒരു രാഷ്ട്രീയ പ്രവർത്തകന്റെയും ആലോചനയിൽ പോലും ഇല്ലാത്ത ലീഡാണ് 20,288. പരമാവധി 500 വോട്ട് ജയിക്കുമെന്ന് പറയുന്നിടത്താണ് 20,288 വോട്ട് എന്ന് പറയുന്നത്. 1000 വോട്ട് 2000 വോട്ട് പറഞ്ഞിടത്ത് 20,000 ആണ്. ഇത് ഏകപക്ഷീയ പോരാട്ടമായിരുന്നു. രാഹുലിന്റെ 53,280 വോട്ട്, NDAക്ക് 36,755 വോട്ട്, LDFന് 32,508 വോട്ട്. LDF കഴിഞ്ഞ തവണത്തെ അതേ നില തുടരുകയാണ്. മൂന്നാം നില വോട്ടിന്റെ എണ്ണത്തിൽ ഏതാണ്ട് അതേപോലെ 32,000 കാര്യമായ മാറ്റമൊന്നുമില്ല. NDAയുടെ വോട്ടാണ് കാര്യമായി. ഇപ്പോഴെന്തോ സംഭവിക്കുന്നുണ്ട്. എനിക്കൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിലാണ് ദൃശ്യത്തിൽ. യഥാർത്ഥത്തിൽ ഈ കൗണ്ടിംഗ് സെന്റർ മുന്നിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ വന്നിരിക്കുകയാണ്. വിക്ടോറിയ കോളേജിന് മുന്നിൽ PC വിശ്വനാഥ്, VK ശ്രീകണ്ഠൻ തുടങ്ങിയ നേതാക്കന്മാരും ഒക്കെ ഉണ്ട്. 20,000-ലധികം ആഹ്ലാദ പ്രകടനം. പാലക്കാടിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ചരിത്രമെഴുതി. 20,000-ലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ പാലക്കാട് UDF സ്ഥാനാർത്ഥി മിന്നുന്ന വിജയം കരസ്ഥമാക്കി. UDF സ്ഥാനാർത്ഥി ഇപ്പോൾ നിയുക്ത MLA എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. നിയുക്ത MLA രാഹുൽ മാങ്കൂട്ടത്തിൽ വിക്ടോറിയ കോളേജിലേക്ക് പോവുകയാണ്. നേതാക്കളെ ഹസ്തദാനം ചെയ്യുകയും പ്രവർത്തകർക്കൊക്കെ ആവശ്യമായിക്കോട്ടെ. ഫുള്ളായിട്ട് PCR ഫുൾ ഫ്രെയിം കെട്ടിപ്പിടിച്ച് കുട്ടിക്കറിയല്ലോ, കെട്ടിപ്പിടിച്ച് സന്തോഷം പ്രകടിപ്പിക്കാം. ആനന്ദ കണ്ണീര് വരുന്നുണ്ട്. ആനന്ദ അതിരേകത്താൽ പാലക്കാട് കോൺഗ്രസ് പ്രവർത്തകരുടെ മിന്നുന്ന ആവേശം. വലിയ കെട്ടിപ്പിടിയെ തടയുന്നുണ്ട് VK ശ്രീകണ്ഠൻ. ഒരാളെ കാണുന്നില്ല. ഷാഫി പറമ്പിൽ എവിടെയെന്ന് എനിക്കറിയില്ല. K സുധാകരൻ, അദ്ദേഹത്തിന് എന്തോ പറയാനുണ്ട്. കുറച്ച് സമയമായി ഗദ്ഗത കണ്ടനാണ്. അദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് ഇരിക്കാൻ വയ്യ എന്നുള്ള അവസ്ഥ അല്ലേ? പറയാൻ അനുവദിക്കൂ പ്രിയപ്പെട്ടവരെ, അങ്ങനെ പറയട്ടെ. 17,907 ലാസ്റ്റ് ടാലി. 17,907 അതായത് 20,000 അല്ല, 17,907 വോട്ടുകൾക്കാണ് ജയിച്ചത് അല്ലേ? അങ്ങനെയല്ലേ കരുതുന്നത്? K സുധാകരൻ മാധ്യമങ്ങളോട് ഓഡിയോ ഇല്ല. KPC അധ്യക്ഷൻ K സുധാകരൻ മാധ്യമങ്ങളോട് സംസാരിക്കുകയാണ്. എന്തോ ഒരു ഓഡിയോ പ്രശ്നം ഉണ്ടോ എന്ന് ഡൗട്ട്. അവിടെ വലിയ തിരക്കൊക്കെയാണ്. ഓഡിയോ പ്രശ്നമുണ്ട്. അതെ. അതായത് 2016 ഷാഫിയുടെ ഭൂരിപക്ഷത്തിന് മുകളിലേക്ക് എത്തുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം. അത് 17,483 ആയിരുന്നു 2016 ഷാഫിയുടെ ഭൂരിപക്ഷം. UDF ലീഡ് ഇപ്പോൾ അത് 17,907 എന്ന വലിയ ഫിഗറിലേക്ക് വരുന്നു. BJP അമ്പയെ തകർന്നടിയുന്നു പാലക്കാട്. അവരുടെ ഈ പറയുന്ന മുനിസിപ്പാലിറ്റി മേഖലകളിൽ അവർക്ക് പിടിക്കാവുന്ന പൊളിറ്റിക്കൽ വോട്ടുള്ള മേഖലകൾ ഒന്നും ഒരു സ്വാധീനം കോൺഗ്രസ് പിടിച്ചു, UDF പിടിച്ചു 52,000 വോട്ട്. അതെ, എക്സാക്ട്ലി. അതെ. അവർ പിടിക്കുന്നു മാത്രമല്ല. അപ്പൊ ഇന്നലെയൊക്കെ എന്തർത്ഥത്തിലായിരുന്നു ഇത്രത്തോളം അത്രയും വലിയ കോൺഫിഡൻസ് കാണിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. UDF തരംഗ മണ്ഡലത്തിലുണ്ടായിരുന്നു. മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നില്ല.